നമസ്കാരം. ഹരിവരാസനം പാടിയിട്ടും ഉറങ്ങാത്ത അയ്യപ്പനെ അതിനപ്പുറം പല മരുന്നും കൊടുത്ത് ഉറക്കിയവന്മാരുടെ കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മഹിഷാസുരനെ കൊന്ന് വെളിച്ചം വീണ്ടെടുത്ത സാക്ഷാൽ അയ്യപ്പൻ മാർക്സിസ്റ്റുകൾക്ക് മുമ്പിൽ മുട്ടുമടക്കി തന്നെ ഇരിപ്പാണ്. സകലതും പിടിച്ചു പറിക്കപ്പെട്ട അവസ്ഥയിലാണ്. ജനകോടികളുടെ വിശ്വാസ കേന്ദ്രത്തെ കൊള്ളയടിച്ചവർക്കുണ്ടോ ജനമെന്നും അമ്പലമെന്നും? സകലതും ഹനിക്കാനിറങ്ങുന്ന മലവേടനുണ്ടോ കഴുകനെന്നും കപോതമെന്നും? കിട്ടുന്നത് ഭക്ഷണമാക്കുക. മുഷ്ടി ചുരുട്ടിയ പ്രശാന്ത് വിപ്ലവശരണം വിളിച്ചപ്പോഴേ തോന്നി ഇയാളുടെ കാര്യം കുട്ടിച്ചോറായെന്ന്. അയ്യപ്പൻ്റെ പരമഭക്തനായ ആ പ്രയാർ ഗോപാലകൃഷ്ണനെ ഇരുട്ടി വെളുക്കും മുമ്പ് പിണറായി വിജയൻ എടുത്ത് പമ്പയിലെറിഞ്ഞു. പിണറായി പമ്പയിൽ ചെന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് എല്ലാ മാസവും ക്ഷേത്രം പൂജയ്ക്കായി തുറക്കണമെന്നും അങ്ങനെ തിരക്ക് നിയന്ത്രിക്കാമെന്നുമായിരുന്നു. എല്ലാ ദിവസവും ചെന്ന് തേങ്ങ ഉടയ്ക്കാനും ശരം കുത്താനുമുള്ള അമ്പലമല്ല ശബരിമലയെന്ന് ഈ പിണറായിക്കുണ്ടോ വല്ല ധാരണയും? ഈ വിവരക്കേടിനെ അന്ന് ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണമായത്. ശബരിമലയുടെ വിശ്വാസം വേറെയാണെന്നായിരുന്നു പ്രയാർ പറഞ്ഞത്. തന്നെ പഠിപ്പിക്കാൻ വന്ന പ്രയാർ ഗോപാലകൃഷ്ണനെ ഒരു പാഠം പഠിപ്പിക്കാൻ പിണറായി ചെയ്തത് എന്തായിരുന്നു? 3 വർഷം കാലാവധി ഉണ്ടായിരുന്ന ബോർഡിൻ്റെ കാലാവധി പെട്ടെന്ന് 2 വർഷമാക്കി ചുരുക്കി. അതോടെ പ്രയാർ പുറത്തായി. പിന്നെ വന്നവരെല്ലാം പിണറായി മൂർത്തിയെ ആരാധിക്കുന്നവരായിരുന്നു. അഥർവത്തിൽ വിശ്വസിക്കുന്നവർക്കുണ്ടോ മറ്റു വേദങ്ങളിൽ വിശ്വാസം? വാസുവും അനന്തഗോപനും പത്മകുമാറും പാർട്ടി മാറി വന്ന PS പ്രശാന്തും ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാരായി. ഇത്രയൊക്കെ മോഷണ കഥകൾ കേട്ടിട്ടും പ്രശാന്തിൻ്റെ കാലാവധി നീട്ടിക്കൊടുക്കാനായിരുന്നത്രേ തീരുമാനം. എന്നാൽ കോടതി വാക്കുകൾ കടുപ്പിച്ചു. നിലവിലെ ദേവസ്വം ബോർഡും കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്ന തരത്തിലായി അവരുടെ കണ്ടെത്തൽ. പ്രശാന്തിൻ്റെ കാലത്ത് നടന്ന തട്ടിപ്പുകൾ കോടതി പൊളിച്ചടുക്കിയതോടെ പിണറായി പുതിയ പ്രസിഡന്റിനെ തേടുകയാണ്. അവർ മോഷണവ്രതം തുടങ്ങിക്കഴിഞ്ഞു. സമ്പത്താണ് പുതിയ പ്രസിഡന്റ് എന്നൊക്കെയാണ് കേൾക്കുന്നത്. ദേവകുമാറിൻ്റെ പേരും പരാമർശിക്കുന്നുണ്ട്. കട്ടവര് അങ്ങോട്ട് മാറി നിൽക്കൂ, ഇനിയും കക്കാനുള്ളവർക്ക് അവസരം കൊടുക്കൂ. ഇതാണ് പിണറായി വിജയൻ്റെ നയം. അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാളി കൊണ്ട് എത്ര സഖാക്കളെയാണ് പിണറായി വിജയൻ ദാരിദ്ര്യമുക്തി നൽകി കോടീശ്വരന്മാരാക്കിയത്? സമ്പത്തിനാണ് കുറി വീഴുന്നതെങ്കിൽ മഹാത്ഭുതം എന്നേ പറയാവൂ. സമ്പത്താണ് പുതിയ പ്രസിഡന്റ് എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അടൂർ പ്രകാശിനോട് നേരത്തെ തോറ്റ സമ്പത്തിന് തൊഴിൽ നഷ്ടമുണ്ടാകാതിരിക്കാൻ പിണറായി വിജയൻ അദ്ദേഹത്തെ ഡൽഹിയിൽ ക്യാബിനറ്റ് പദവി നൽകി നിയമിച്ച് പകരം വീട്ടി. പിന്നീട് K രാധാകൃഷ്ണൻ്റെ വകുപ്പിലിരുന്ന് മന്ത്രിയെയും ഭരിക്കാൻ തുടങ്ങിയതോടെയാണ് സമ്പത്തിനെ അവിടെ നിന്നും പറഞ്ഞു വിട്ടത്. ഇപ്പോൾ തൊഴിലൊന്നുമില്ലാതെ വീട്ടിലിരിക്കുന്ന സമ്പത്തിന് കൂടുതൽ സമ്പത്തുണ്ടാക്കാനുള്ള ഒരു വഴിയാണ് തെളിഞ്ഞു വരുന്നത്. വാസുവും പത്മകുമാറുമൊക്കെ തങ്ങൾ നടത്തിയ മുക്കലെല്ലാം പോറ്റിയുടെ തലയിൽ വെച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരിലേക്ക് അന്വേഷണം നീളാതിരിക്കാൻ പല കേന്ദ്രങ്ങളിലും ചരടുവലികൾ നടന്നതായാണ് അറിയുന്നത്. എന്നാൽ കോടതി ഇതിനെ കൊള്ള എന്ന് തന്നെ വിശേഷിപ്പിച്ചുകൊണ്ട് വാതിൽ മലർക്ക തുറന്നിട്ട് കൊടുത്തു. ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവണ്ണൻ അറിയാം എങ്ങനെ ദേവസ്വത്തെ പിഴിഞ്ഞെടുക്കണമെന്ന്. ആ കഴിവ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിണറായി നിയമനം നടത്തിയത്. ഇത്തരക്കാരെ കണ്ടെത്താനുള്ള അപാര കഴിവാണ് പിണറായി വിജയനുള്ളത്. VS ശിവകുമാറിൻ്റെ കാലത്ത് അലൂമിനിയത്തിലായിരുന്നു പരീക്ഷണം. എങ്കിൽ പിണറായിയുടെ ഭരണത്തിൽ സ്വർണത്തിലായി പിടി. അടുക്കളയിലെ അലൂമിനിയത്തേക്കാൾ എത്രയോ വിലപ്പെട്ടതാണ് അയ്യപ്പൻ്റെ ശ്രീകോവിലിലെ സ്വർണം. കോൺഗ്രസിൽ നിന്നും കൂറുമാറി ചെല്ലുന്നവന്മാർക്കൊക്കെ എത്ര വലിയ പദവികൾ നൽകിയാണ് പിണറായി ആദരിച്ചു വരുന്നത്. ഒരാളെ കേരള ഹൗസിൽ ക്യാബിനറ്റ് റാങ്കിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ശക്തമാക്കാനാണത്രേ. KV തോമസിന് ദില്ലിയിലെ എല്ലാ ഊടുവഴികളും അറിയാമെന്നതാണ് പിണറായി കണ്ട വലിയ ദിവ്യത്വം. ഏതൊക്കെ ഊടുവഴി പോയാൽ BJP നേതാക്കളുടെ അടുക്കളവാതിലിൽ എത്തുമെന്ന് തോമസിനറിയാം. പ്രശാന്തിനെ പട്ടിണി മാറ്റാൻ ദേവസ്വത്തിലെടുത്തു. പിരായിരിക്കാരനെ 80,000 രൂപയ്ക്ക് ശമ്പളക്കാരനാക്കി. ശോഭന ജോർജ് അടക്കം അങ്ങനെ എത്രയോ പേർ നല്ല നിലയിലായി. മോഷണത്തിന് ടേസ്റ്റുള്ളവരെ ഇങ്ങനെ മാറി മാറി നിയമിച്ച് ശബരിമല കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണല്ലോ ദേവസ്വം ബോർഡിൻ്റെ കാലാവധി 1 വർഷം വെട്ടിക്കുറച്ചത്. അയ്യപ്പനെ മോഷ്ടിച്ചത് അന്താരാഷ്ട്ര കൊള്ളസംഘമാണെന്നാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ പാരീസിലെ ലൂവർ മ്യൂസിയത്തിൽ നടന്ന കൊള്ളയിലും പിണറായിക്കും പോറ്റിക്കും കൈ കാണണം. പത്മകുമാറിൻ്റെ മകൻ അയ്യപ്പൻ്റെ ജപമാലയിൽ നിന്നും എടുത്ത രുദ്രാക്ഷം ഏതോ കോടീശ്വരൻ്റെ കഴുത്തിൽ കിടപ്പുണ്ടായിരിക്കണം. കോൺഗ്രസിൽ നിന്നും ജീവിക്കാൻ മാർഗമില്ലാത്തതിനാൽ CPMലെത്തിയ പ്രശാന്തിൻ്റെ ജീവിതമൊക്കെ കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് അയാളുടെ നാട്ടുകാരിപ്പോൾ. ഭഗവാനെ സേവിച്ചാൽ ഇത്ര പെട്ടെന്ന് കോടീശ്വരന്മാരാകുന്ന വിദ്യ CPMകാരെ കണ്ടുപഠിക്കണം. പ്രഭു, അങ്ങേക്ക് അവരോട് മാത്രമാണല്ലോ ഇത്രയും സ്നേഹം. ശബരിമലയിൽ എന്തിനാണ് അപ്പോൾ കോടികൾ മുടക്കി ദേവപ്രശ്നം നടത്തുന്നത്? ജ്യോതിഷത്തിലെ പ്രശ്നശാഖയിലെ ഒരു പ്രത്യേക രീതിയാണ് അഷ്ടമംഗല ദേവപ്രശ്നം.
പ്രശ്നത്തിൽ കാണുന്ന നിമിത്തം വെച്ച് ദേവന് ഹിതമായതും അഹിതമായതും കണ്ടെത്താം. അയ്യപ്പനെ സ്ത്രീ സ്പർശിച്ചതും 18-ാം പടിയിൽ ചോര വീണ് അശുദ്ധമായതും കൊടിമരം വളഞ്ഞതും ആഴിയിലെറിയേണ്ട തേങ്ങ ജീവനക്കാരായ കള്ളന്മാർ മോഷ്ടിച്ച് കടത്തുന്നതുമെല്ലാം ദേവപ്രശ്നത്തിൽ തെളിയാറുണ്ട്. പക്ഷേ അവിടെ നിന്നും കിലോ കണക്കിന് സ്വർണം കൊള്ളയടിക്കപ്പെട്ടത് പ്രശ്നചിന്തയിൽ തെളിഞ്ഞതേയില്ല. ദേവന് അഹിതമായതൊന്നും മിണ്ടിയേക്കരുത് എന്ന് ജോത്സ്യനെയും പറഞ്ഞേൽപ്പിച്ച് കാണണം. സകല സൽക്കർമ്മങ്ങളുടെയും ആരൂഢം മറച്ച് അനിഷ്ടകാരകനായി നിൽക്കുന്ന പിണറായിക്ക് മുമ്പിൽ എന്തോന്ന് അഷ്ടമംഗലവും ദേവപ്രശ്നവും. എത്രയും വേഗം അടുത്ത കള്ളൻ്റെ കയ്യിൽ താക്കോൽ കൊടുത്ത് അയ്യപ്പ സേവയ്ക്ക് വിടുക. സമ്പത്തോ ദരിദ്രനോ ആരായാലും പിണറായി കൃപയാൽ നിങ്ങൾക്കും കോടീശ്വരനാകാം.